2026 മാർച്ച് 15 ഡെയിലി കറണ്ട് അഫയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടികളിലെ ഗുരുതര വൃക്ക രോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ആ പദ്ധതി പ്രതീക്ഷയാണ്. കുട്ടികളിലെ ഗുരുതര വൃക്ക രോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ, എന്താണ് ഗുരുതര വൃക്ക രോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി. ആ പദ്ധതിയുടെ പേര് പ്രതീക്ഷ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ ചന്ദ്രനിൽ കൃഷി ചെയ്ത കടല ഇനം ഏതാണ്? കണ്ടോ, ചന്ദ്രനിലൊക്കെ കൃഷി ചെയ്യാൻ തുടങ്ങി അല്ലേ? അപ്പം ചെയ്ത ആ കടല ഇനം ഏതാണ്? പേര് മൈലസ് ആണ്. അടുത്തിടെ ചന്ദ്രനിൽ കൃഷി ചെയ്ത കടല ഇനം പേര് മൈലസ്. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രനിലെ മണ്ണിൽ കൃഷി പരീക്ഷണം നടത്താൻ ഉപയോഗിച്ച മണ്ണ് ഏത് ദൗത്യത്തിനിടെ ശേഖരിച്ചതാണ്? ആ മണ്ണ് ഏത് ദൗത്യത്തിനിടയിലാണ് ശേഖരിച്ചത്? അപ്പോളോ യാത്രക്കിടയിലാണ് ശേഖരിച്ചത്. അപ്പോൾ അപ്പോളോ യാത്രക്കിടയിലാണ് ചന്ദ്രനിലെ മണ്ണിൽ കൃഷി പരീക്ഷണം നടത്താൻ ഉപയോഗിച്ച മണ്ണ് എടുത്തത്. എവിടെ നിന്ന്? അപ്പോളോ യാത്രക്കിടയിൽ നിന്നാണ് എടുത്തത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, 2026 ബ്രോഡ്ബാൻഡ് ടെലികോം കമ്പനി ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ പദ്ധതി ഏതാണ് ആ പദ്ധതി? KFON ആണ്. KFON. അപ്പൊ KFON ആണ് 2026 ബ്രോഡ്ബാൻഡ് ടെലികോം കമ്പനി ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, ഉടൻകുടി സൂപ്പർ ക്രിട്ടിക്കൽ തെർമൽ പവർ പ്ലാന്റ് ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് സംസ്ഥാനത്തിലാണ്? തമിഴ്നാട്ടിലാണ് ഉടൻകുടി സൂപ്പർ ക്രിട്ടിക്കൽ തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? തമിഴ്നാട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇറാൻ എണ്ണ ശുദ്ധീകരണ ശാലകൾ സ്ഥിതി ചെയ്യുന്ന അതിപ്രധാന മേഖല ഏതാണ് ആ മേഖല? ഖാർഗ് ദ്വീപിലാണ് ഇറാൻ എണ്ണ ശുദ്ധീകരണ ശാലകൾ സ്ഥിതി ചെയ്യുന്ന അതിസുപ്രധാന മേഖല. അപ്പം അതിപ്രധാന മേഖല ഏതാണ്? ഖാർഗ് ദ്വീപാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ബ്രസീലിൽ നിന്ന് പുതുതായി തിരിച്ചറിഞ്ഞ ദിനോസർ ഫോസിൽ ഏതാണ്? ദിനോസറിന്റെ ഫോസിൽ ഏതാണ്? ബ്രസീലിൽ നിന്ന് പുതിയതായിട്ട് തിരിച്ചറിഞ്ഞ ഫോസിലിന്റെ പേരെന്താണ്? കുറച്ച് വലിയ പേരാണ്. ഡാസോസോറസ് ടോക്കാൻഡിനെൻസിസ് എന്നാണ് ബ്രസീലിൽ നിന്ന് പുതുതായി തിരിച്ചറിഞ്ഞ ഡിനോസർ ഫോസിലിന്റെ പേര്. എന്താണ് ആ പേര്? ഡാസോസോറസ് ടോക്കാൻഡിനെൻസിസ് എന്നാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ലോക സൈബർ കുറ്റകൃത്യങ്ങളിൽ ഇന്ത്യക്കാരുടെ സ്ഥാനം രണ്ടാമതാണ് ലോക സൈബർ കുറ്റകൃത്യങ്ങളിൽ ഇന്ത്യക്കാരുടെ സ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, 2026 കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2026 കടമനിട്ട പുരസ്കാരം ലഭിച്ചത്? ഏഴാച്ചേരി രാമചന്ദ്രനാണ് 2026 കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, മാർച്ച് 15 എന്ത് ദിനമാണ്? അറിയാമോ? ലോക ഉപഭോക്തൃ അവകാശ ദിനമാണ്. ലോക ഉപഭോക്തൃ അവകാശ ദിനമാണ് മാർച്ച് 15. ഓക്കെ, അപ്പോൾ അതിൻ്റെ 2026 പ്രമേയം എന്താണ്? സുരക്ഷിത ഉൽപ്പന്നങ്ങൾ, ആത്മവിശ്വാസമുള്ള ഉപഭോക്താക്കൾ. അപ്പം സുരക്ഷിത ഉൽപ്പന്നങ്ങൾ, ആത്മവിശ്വാസമുള്ള ഉപഭോക്താക്കൾ എന്നാണ് 2026 പ്രമേയം. ഓക്കെ, അപ്പോൾ 2025 പ്രമേയം എന്താണ്? ജീവിതശൈലിയിലേക്കുള്ള ഒരു നീതിയുക്തമായ മാറ്റം. എന്താണ്? ജീവിതശൈലിയിലേക്കുള്ള ഒരു നീതിയുക്തമായ മാറ്റമാണ് 2025 പ്രമേയം. അപ്പോൾ മാർച്ച് 15 ലോക ഉപഭോക്തൃ അവകാശ ദിനം ആണ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇതോടെ അവസാനിക്കുകയാണ്. അപ്പോൾ എന്നത്തെയും പോലെ നമുക്ക് പഠിച്ച ഭാഗത്ത് നിന്നും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതാണ് ആ ക്വസ്റ്റ്യൻ,
2026 കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആർക്കാന്നറിയാം അല്ലേ? അതൊന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. കൺസിസ്റ്റൻസിയാണ് ജീവിത വിജയത്തിന്റെ രഹസ്യം. നന്ദി.